കല്യാൺ സിൽസിൻ്റെ അവിടെ റോഡ് തകർന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കട്ടവിരിക്കൽ പ്രവൃത്തി നടക്കുന്നു. അപ്പോൾ കട്ടവിരിക്കൽ പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കറിയാം, ഒരു സൈഡ് കട്ട വിരിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഉണങ്ങുന്നതിന് ഏകദേശം ഒരു 15 ദിവസമെങ്കിലും എടുക്കും. ഇങ്ങനെ കട്ടവിരിക്കൽ പ്രവൃത്തിയായി നടക്കുമ്പോൾ ഒരു മാസത്തോളം ശരിക്കും ഇത് അടച്ച് ഇടേണ്ട സ്ഥിതിയാണ് നിലനിൽക്കപ്പെടുന്നത്. പക്ഷേ ആളുകളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ കട്ടവിരിക്കൽ പ്രവൃത്തി നടക്കുന്നതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആളുകൾക്ക് വണ്ടി പോലുള്ള സൗകര്യം അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ തികച്ചും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനവുമായിട്ടാണ് കൊപ്പം വളാഞ്ചേരി റൂട്ടിലോടുന്ന ബസ് ഉടമകൾ സ്വീകരിച്ചിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, സാധാ പണിക്ക് പോകുന്ന ആളുകൾ വലിയ പ്രയാസം നേരിടുകയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ബസ് ജീവനക്കാർ ഇന്നലെ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. നാട്ടിൽ ഒരു വികസനം നടക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഇത് ഒരു ദിവസം മാത്രം തീരുമാനിച്ചൊരു കാര്യമില്ല. പൊതുമരാമത്ത് അതിനെല്ലാവർക്കും അറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടക്കുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനെതിരെ ഈ ബസ് ഉടമകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി RTOക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടാമ്പി MLAയോട് ഈ വിഷയം, ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി KSRT സൗകര്യം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ജനങ്ങളുടെ ഈ പ്രയാസവും ബുദ്ധിമുട്ടും അടിയന്തരമായി പരിഹരിക്കണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് തികച്ചും ബസ് ഉടമകൾ സ്വീകരിക്കുന്നത് ധിക്കാരപരമായ സമീപനമാണ്, അഹങ്കാരപരമായ സമീപനമാണ്. ഞങ്ങളുടെ വണ്ടി മാത്രമാണ് അതിലൂടെ കടന്നു പോകാൻ പാടുള്ളൂ, മറ്റുള്ള വണ്ടികളൊന്നും കടത്തിവിടാൻ പാടില്ല എന്നുള്ള ഒരു ഇതുമായിട്ടാണ് ബസ് ഉടമകൾ സ്വീകരിച്ചത്. നമുക്കറിയാം, കേരളത്തിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള റോഡ് പണി നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബ്ലോക്കും സംവിധാനം ഉണ്ടാവും. പക്ഷെ അത് ഇത്തരത്തിലുള്ള ഒരു മിന്നൽ സമരത്തിലേക്ക് കൊണ്ട് പോകേണ്ട സാഹചര്യം പട്ടാമ്പിയിലില്ല. അതുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തുകയാണ്. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. ഒരു പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.